ആഭരണം. എഴുതിയോ? എഴുതി ചേച്ചി. ഇനി മതി. പോരാ പോരാ, 10 വാക്കുകൂടി എഴുതാതെ നിന്നെ അനങ്ങാൻ വിടില്ല. ഇപ്പൊ തന്നെ 15 വാക്കായി ചേച്ചി. ഇനി മതി. ഇനി നാളെ എഴുതാം. ചേച്ചി ഒരു വടി എടുത്തോണ്ടെങ്കിൽ വന്നേ. ഈ കുട്ടി പറഞ്ഞതനുസരിക്കുന്നില്ല. നല്ല കിഴക്ക് കൊടുക്ക് പ്രീതി. ദിവ്യമോള് ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും ഫസ്റ്റാ. ആണോ? വീട്ടിൽ വന്നാ പഠിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം ഒരു തവണ കേട്ടാ മതി, അപ്പൊ ബൈഹാർട്ടാവും. നല്ല ബുദ്ധിയാ. അല്ല, ഇതിലിപ്പോ അതിശയൊന്നുമില്ല. എല്ലാ ക്ലാസ്സിലും ഫസ്റ്റായിട്ടാ ഞാനും പഠിച്ചോണ്ടിരുന്നത്. ആണോ? എനിക്ക് പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അച്ഛന്റെ തല്ല് ചില്ലറയൊന്നും അല്ല കിട്ടിയിട്ടുള്ളത്. എന്റെ അച്ഛൻ എന്നെ ഒന്നും തൊട്ടിട്ട് പോലുമില്ല. പഠിത്തത്തിന് എന്തുമാത്രം സമ്മാനം എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്നെ ഒരു ഡോക്ടറാക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. എന്നിട്ട് ചേച്ചിക്ക് ഡോക്ടറാവാൻ ഇഷ്ടായിരുന്നില്ലേ? അതുകൊണ്ടല്ല, അങ്ങനെ ഇരിക്കുമ്പോഴാ അമ്മയ്ക്ക് അസുഖം വന്ന് കിടപ്പിലായത്. എന്നിട്ട് ഏതുവരെ പഠിച്ചു? അത് അമ്മയ്ക്ക് അസുഖം വന്നപ്പോഴേ മനസ്സാകെ വിഷമിച്ചില്ലേ, അതുകൊണ്ടാ SSLC തോറ്റുപോയത്. എന്നിട്ട് എത്രയും മതി കേട്ടോ. SSLC പിന്നെ എഴുതിയില്ലേ? മോഹനം വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആഹാ, ഇന്നലെ 8:30 വന്നു. ഇന്നിപ്പോ 8 ആയില്ല. ഈ നിലയ്ക്ക് പോയാൽ കുറെ കഴിയുമ്പോൾ ചേട്ടൻ കട തുറക്കാതാവോ? പാരീസ് ആണോ? അല്ല, ലണ്ടൻ. അയ്യേ, കമ്പനിയുടെ പേരറിഞ്ഞാലേ മിഠായിരുന്നു. ഒരാളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഗേറ്റിലേക്ക് കണ്ടുന്നിട്ട് ഇരിപ്പായിരുന്നു. പാതിരാത്രി കഴിഞ്ഞാലും വീട്ടിൽ വരാത്ത ആളിപ്പോ എന്ത് കൃത്യമായിട്ട് ഹാജരാവുന്നത്. മതി മതി മതി, ഒരുപാട് കൊഞ്ചല്ലേ. ഈ മിടുക്ക് നീ പരീക്ഷ എന്നതിൽ കാണിച്ചായിരുന്നു. പണ്ടേ നീ പ്രീഡിഗ്രി പാസ്സായി പോലായിരുന്നു. മതി. ചായ വേണോ മോന്? വേണ്ട ചേച്ചി. ഇവൻ കടയിൽ പോകാൻ തുടങ്ങിയ പിന്നെ അടുക്കളയിൽ കയറാത്തത്. മല്ലി ഉറക്കല്, തേങ്ങാ ചെരവല്, ചേച്ചിന്ന് വിളിച്ചോണ്ട് എപ്പോഴും അടുക്കളയിൽ തന്നെയാ. ഇവന്റെ കാര്യം കേട്ടാ ഭയങ്കര രസമാ. മാമ്പഴം കണ്ടാ ബാക്കി വെച്ചേക്കില്ല. ഒരിക്കൽ എന്റെ അച്ഛൻ ഒരു ചാക്ക് നിറയെ മാങ്ങ കൊണ്ടുവന്നു. ഞാനത് പഴുക്കാൻ 10 വെച്ചു. 3 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോ മാങ്ങ മുക്കാലും തീർന്നിരിക്കുന്നു. പഴുക്കണേന് മുമ്പ് മൂപ്പരടിച്ച് വീശി. കുളിക്കുക. 3 മാസം കഴിഞ്ഞാ എനിക്ക് ചിലപ്പോ പ്രൊമോഷൻ കിട്ടും. ആഹാ, കൊള്ളാലോ. നീ എന്റെ കയ്യിൽ വന്ന് പെട്ടതിന്റെ ഐശ്വര്യം കണ്ടോ? സർവീസിന്റെ അടിസ്ഥാനത്തിലാ. അല്ലേലും കല്യാണം തന്നെ നിനക്ക് കിട്ടിയ പ്രൊമോഷൻ അല്ലേ? എന്നുവെച്ചാ വെറും ഒരു കാമുകിയുടെ പോസ്റ്റിൽ നിന്നും ഭാര്യയുടെ പോസ്റ്റിലേക്കുള്ള പ്രൊമോഷൻ. ഭയങ്കര പ്രൊമോഷനാ. എന്റെ ഭർത്താവ് ഒരു പലചരക്കടക്കാരനാണെന്ന് പറയാൻ തന്നെ നാണാവുന്നു. നാണത്തോടങ്ങ് പറഞ്ഞാ മതി. നിനക്ക് 1 മാസം ബാങ്കിൽ നിന്ന് കിട്ടുന്നത് 10 ദിവസം കൊണ്ട് കടയിൽ നിന്ന് ഉണ്ടാക്കും. ചേച്ചി എങ്ങനെയുണ്ട്? എന്നോട് വലിയ സ്നേഹ. എന്തേ? ഒന്നുമില്ല, സോപ്പിട്ടൊക്കെ നിന്നോണം. ഏയ്, ചേച്ചി പാവാ. ഡോക്ടർ ആവാൻ കഴിയാത്തതില് ചേച്ചിക്ക് വലിയ വിഷമമുണ്ട്. ഡോക്ടറോ? ആരവരോ? ആ, പഠിത്തത്തിന് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് അത്രേ. ഓ, അപ്പൊ ചേച്ചി ശരിക്കും വെച്ച് താങ്ങുന്നുണ്ടല്ലേ? വെച്ച് താങ്ങുന്നോ? എടി മണ്ടൂസേ, കല്യാണം കഴിഞ്ഞ പിന്നെ ചേട്ടൻ എന്തുമാത്രം ശ്രമിച്ചെന്നോ ഇവരെ കൊണ്ടൊന്ന് SSLC ചെയ്യിപ്പിക്കാൻ. ഒരു തവണ എഴുതി ആ മാട്രിക്സ് ഞാൻ കണ്ടതാ. ഇംഗ്ലീഷിന് 13, കണക്കിന് 19, ഹിന്ദിക്ക് 6. നല്ല ഡോക്ടർ. അത് ശരി. നീ ഒന്നും ചെന്ന് അവരോട് പറയരുത്. ഏയ്, എന്റെ കണക്കൂട്ടലൊന്നും തെറ്റാറില്ല. സുഖേട്ടൻ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ശൈലജയെ പറ്റി സുഖേട്ടൻ പറഞ്ഞില്ലേ വെറും പച്ചപ്പാവാണെന്ന്? എന്നിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത്തിരി കൊമ്പ് കൂടുതലാണെന്ന്. കൊമ്പോ? മേനി പറിച്ചില്ലേ. അല്ല, അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. മോഹനം കുറെ നാൾ പുറകെ നടന്നതല്ലേ, പിന്നെ അതിന്റെ ഒരു അഹങ്കാരമൊക്കെ കാണാതിരിക്കൂ. ഏയ്, ആ കുട്ടിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നേ. സുഖേട്ടാ, ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ വേറൊരു പെണ്ണിനെ കഴിയൂ. പറ്റിപ്പോയ അബദ്ധത്തെ പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സുഖേട്ടന്റെ ഓഫീസിലെ എഞ്ചിനീയറുടെ ഭാര്യയ്ക്ക് ഇതേ ടൈപ്പ് മാലയുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് വീണുപോയി. ഇതേ വെറും ഓൾഡ് ഫാഷനാ.
കല്യാണത്തിന്റെ അന്ന് നോക്കിയപ്പോ എന്റെ കഴുത്തിൽ മാത്രമേ ഈ പഴഞ്ചൻ മാല. ഈ ഫാഷൻ ഇറങ്ങി തുടങ്ങിയിട്ടേ ഉണ്ടാവൂ. ഓ, മാലയുടെ ഫാഷനെ പറ്റിയൊന്നും സുഖമായിട്ടൊന്നും അറിയില്ല. ഇത് ഒരുക്കിയിട്ടേ ഒരു കരിമണി മാല പണിതാലോ എന്ന് ആലോചിക്ക. കരിമണിയോ? ആ, കറുത്ത മണികള് ഇങ്ങനെ ചെയിനിന്റെ ഇടക്കിടക്ക് പിടിപ്പിച്ചിട്ട്. ഇത്തിരി കൂടി സ്വർണം വേണ്ടി വരും. എന്താണ് ഈ കരിമണി മാല? ഞാൻ കണ്ടിട്ടില്ല. പണിയിപ്പിച്ച് തന്നാ കാണാലോ. അല്ലെങ്കിൽ ഈ മാല കഴുത്ത് കിടക്കട്ടെ, നമുക്ക് പുതിയ സ്വർണം വാങ്ങി പണിയിക്കാം. അതാ നല്ലത്. ഇനിയിപ്പോ പ്രീതിയുടെ കല്യാണത്തിനാവട്ടെ. അയ്യോ, അതുവരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. നീ ഭക്ഷണം എടുത്തു നോക്ക്, എനിക്ക് വിശന്നിട്ട് വയ്യ. ഇത് പറ. ആലോചിക്കാന്നേ, നീ ചെല്ല്. മതി മോളെ, ഇനി നിങ്ങളും കൂടി ഇരുന്നോ? വേണ്ടമ്മേ, ഞങ്ങൾ പിന്നെ ഇരുന്നോളാം. അയ്യോ മതി മതി മതി. ചേട്ടൻ ഡയറ്റിങ്ങിലൊന്നും അല്ലല്ലോ. നിന്റെ ഈ ആക്രമണം എന്നെ പരിപൂർണ ഡയറ്റിങ്ങിലേക്ക് നയിക്കും. ഇതല്ലേ ഇത്? കാഞ്ചന ഈ മാതിരി മാലയാണോ? ഏ? ഈ കറുത്ത മണിയുള്ള മാലയുടെ പേര് കരിമണി മാല എന്നല്ലേ? അതെ. എന്താ ചേട്ടനൊരെണ്ണം മേടിച്ച് കഴുത്തിലിടുന്നുണ്ടോ? ഈ ടൈപ്പ് മാലയാണോ നിനക്ക് വേണമെന്ന് നീ പറഞ്ഞത്? എന്ത് മാല? ഇപ്പൊ നീ എന്നോട് പറഞ്ഞില്ലേ ഉടനെ നിനക്കൊരു കരിമണി മാല പണിയിപ്പിച്ചു തരണമെന്ന്? ഞാനോ? ഈ മാല കണ്ടിട്ടാണ് നിനക്ക് കാലളിയതല്ലേ? ഇവക്കുണ്ടല്ല എപ്പോഴും സ്വർണം സ്വർണം എന്നുള്ള പ്രാന്ത. സ്വർണം മാത്രമല്ല സാരിയും. വെറുതെ എന്നിട്ട് വാര ശൈലജ, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പറഞ്ഞതാ. പോടാ അവിടുന്ന്. നിങ്ങൾ എന്തൊരു മനുഷ്യനാ! എന്തെവിടെ സംസാരിക്കണമെന്ന് ഒരു ബോധമില്ല. എന്തു പറ്റി? കരിമണി മാല വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ വേണ്ടാത്തത്? കരിമണിയും കുടമണിയൊന്നും വേണ്ട. എനിക്ക് സ്വർണ്ണഭ്രാന്താത്ര. പിന്നെ 100 പവന്റെ സ്വർണ്ണം വാങ്ങിച്ച് ഉരുട്ടി ഉരുട്ടി എന്റെ കഴുത്തിലിട്ട് തന്നിരിക്കല്ലേ. ഉരുട്ടി ഉരുട്ടി വാങ്ങിച്ചു തന്നാ നീ വേണ്ടെന്ന് പറയേ. ഓക്കെ ഓക്കെ ഓക്കെ. മനുഷ്യനെ നാണം കെടുത്തി കളഞ്ഞു.